നമസ്കാരം. ചില കാര്യങ്ങൾക്ക്, ചില ചോദ്യങ്ങൾക്ക്, അതിപ്പോൾ ഏത് നിലവാരത്തിലുള്ള ചോദ്യമായാലും, ആര് ചോദിച്ചാലും, എത്ര പ്രശസ്തനായ വ്യക്തി ചോദിച്ചാലും, ഇപ്പോഴത്തെ MLA ചോദിച്ചാലും, മുൻ MLA ചോദിച്ചാലും, കോൺഗ്രസ്സുകാരൻ ചോദിച്ചാലും, കമ്മ്യൂണിസ്റ്റുകാരൻ ചോദിച്ചാലും, BJP-കാരൻ ചോദിച്ചാലും ഒക്കെ സാധാരണ ജനങ്ങൾ കൂടി അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു വ്യക്തി കൂടി മറുപടി പറയുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അത് പറയുന്നതിലെ ഔചിത്യമോ ഔചിത്യമില്ലായ്മയോ അല്ല, പക്ഷേ ഫാക്റ്റുകൾ, യാഥാർത്ഥ്യങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ അത് പറയാനുള്ള ഉത്തരവാദിത്വവും കടമയും ഓരോ ഇന്ത്യൻ പൗരനുമുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും കരുതാം. അതങ്ങനെ തന്നെയാണ് താൻ. ഇപ്പോൾ VT ബൽറാം മുൻ MLA ആണ്. ഇദ്ദേഹം ചോദിച്ച അല്ലെങ്കിൽ ഇദ്ദേഹം ഉന്നയിച്ച ചില കാര്യങ്ങൾ ശുദ്ധ മണ്ടത്തരങ്ങളും ഭോഷ്കത്തരങ്ങളും ആണെങ്കിലും ഉന്നയിക്കുന്നത് മുൻ MLA ഒക്കെ ആകുമ്പോൾ അതിന് ഇത്തിരി പ്രാധാന്യം കൂടും. ഇന്ത്യ പാക് സംഘർഷത്തിൽ ട്രംപിനോട് മധ്യസ്ഥത വഹിക്കാൻ ആവശ്യപ്പെട്ടത് ആര്, പാകിസ്ഥാനെ ഒരു രാജ്യം പോലും അപലപിക്കാത്തത് എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ചോദിച്ചത്. പാകിസ്ഥാനെ രാജ്യങ്ങൾ അപലപിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആരെങ്കിലും സ്തുതിഗീതങ്ങൾ പാടുന്നുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് അദ്ദേഹം എന്ന് തോന്നുന്നു. ഇത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത് മുൻ MLA VT ബൽറാമാണ്. അതിന് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എന്ന മുൻ മാധ്യമ പ്രവർത്തകനും പ്രവാസി മലയാളിയും എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ വ്യക്തിയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഈ ഒരു പോസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ കാര്യം ഉന്നയിക്കുന്നുണ്ട്. VT ബൽറാം ജി, താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് സാധാ പൗരനായ ഞാൻ ഉത്തരം തരാം സാർ, കേട്ടുനോക്കൂ, എന്നിട്ട് താങ്കളുടെ നേതാവിനെ കൂടി പറഞ്ഞ് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത്ത് പോസ്റ്റ് ആരംഭിക്കുന്നു. എന്തിനാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുമ്പോൾ തന്നെ സർക്കാർ വൃത്തങ്ങൾ അക്കാര്യം പാകിസ്ഥാനെ അറിയിച്ചത്? മറ്റാരും പറഞ്ഞതല്ല, വിദേശകാര്യമന്ത്രി ജയശങ്കർ തന്നെ വീരവാദമായി പറഞ്ഞതാണല്ലോ ഇത്. അതിന് ഉത്തരമുണ്ട്. കോൺഗ്രസ് ഉന്നയിച്ച ഒരു കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഉത്തരം പറയുന്നു, വിദേശകാര്യമന്ത്രി രാജ്യത്തിന്റെ നിലപാടാണ് പറയുന്നത്. അത് വീരവാദമായി കാണുന്നത് അങ്ങയുടെ മനസ്സ് ശത്രുവിനൊപ്പം ആയിരുന്നാലാണ്. സിമ്പിളാണ് ഉത്തരം. ഇനി പാകിസ്ഥാനെ മുൻകൂർ അറിയിച്ചു എന്ന വാദം ജയശങ്കർ പറഞ്ഞത് 9 ഇടങ്ങളിൽ ആക്രമിച്ച ശേഷം ഭാരതത്തിന്റെ DGMO പാകിസ്ഥാന്റെ കൗണ്ടർ പാർട്ടിനെ, അതായത് പാകിസ്ഥാനിലെ അതേ പദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ടെറർ ഔട്ട്ഫിറ്റുകളെ ആക്രമിച്ചു എന്നറിയിച്ചു എന്നാണ്. അതായത് സാധാരണ ജനങ്ങളെയോ സൈനിക കേന്ദ്രങ്ങളെയോ ആക്രമിച്ചിട്ടില്ല എന്നർത്ഥം. അതിലൂടെ പാക് സൈന്യത്തിന് വേണമെങ്കിൽ ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ വരാതിരിക്കാം എന്നൊരു സന്ദേശവും ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ ആരോപിക്കുന്നത് പോലെ വിളിച്ചറിയിച്ചിട്ട് ആക്രമിച്ചാൽ അതിനെ ചങ്കൂറ്റം എന്നല്ലേ പറയേണ്ടത്? ഞാൻ അടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ ചെല്ലുന്നത് അത് ചങ്കൂറ്റമാണ്. ഒളിച്ച് തലയിൽ മുണ്ടിട്ട് പാത്തും പതുങ്ങിയും ചെല്ലുന്നത് ഭീരുത്വമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഈ രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർക്കുമൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. എന്തായാലും ആക്രമണം കഴിഞ്ഞ ശേഷമാണ് അറിഞ്ഞത് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവരുടെ സൈന്യത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞതിലൂടെ രാഹുൽ ഗാന്ധിയുടെ ആരോപണം തെറ്റാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ഇന്ത്യയുടെ ആക്രമണ വിവരം നേരത്തെ അറിഞ്ഞ പാകിസ്ഥാന് തയ്യാറെടുക്കാനും പ്രത്യാക്രമണം നടത്താനും കഴിഞ്ഞതിലൂടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ചോദ്യം ചോദിച്ച് അങ്ങ് വശപ്പെടുത്തി കളയാം അല്ലെങ്കിൽ അങ്ങ് കെടുത്തിക്കളയാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഈ ചോദ്യം തന്നെ തെറ്റാണ്. ഇന്ത്യയുടെ ആക്രമണ വിവരം നേരത്തെ അറിഞ്ഞ പാകിസ്ഥാന് തയ്യാറെടുക്കാനും പ്രത്യാക്രമണം നടത്താനും കഴിഞ്ഞിട്ടില്ല. അതേസമയം പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിക്കും എന്ന് ഇന്ത്യ ഉറപ്പിച്ച് പറയുകയും ചെയ്തിരുന്നു. അതിനാൽ അവർ തയ്യാറായിരുന്നു, പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല എന്ന് മാത്രം. ഇന്ത്യയുടെ ആക്രമണത്തിൽ കനത്ത നാശമുണ്ടായതായി പഞ്ചാബ് പ്രവിശ്യ ഭരിക്കുന്ന മറിയം ഷെരീഫ് പരസ്യമായി സമ്മതിച്ചത് നാം കണ്ടതാണ്, കേട്ടതാണ്. മോദി ഇത്ര വലിയ വിശ്വഗുരുവായിട്ടും സഹസ്രകോടികൾ ചെലവഴിച്ച് എല്ലാ ലോകരാജ്യങ്ങളിലേക്കും സർക്കിട്ട് നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇതുപോലൊരു നിർണായക സമയത്ത് പ്രധാനപ്പെട്ട വിദേശ രാജ്യങ്ങളൊന്നും തന്നെ ഇന്ത്യക്ക് പിന്തുണയുമായി വരാത്തത് എന്ന ഒരു മണ്ടൻ ചോദ്യമാണ് പിന്നീട് രാഹുൽ ഗാന്ധി എന്ന റൗൾ വിൻസി ചോദിച്ചത്. ഉത്തരമുണ്ട്. പാകിസ്ഥാനെ പോലെ ചീള് കേസിനെ നേരിടാൻ നമ്മുടെ വീരസൈന്യത്തിന് ഒരുത്തന്റെയും സഹായം ആവശ്യമില്ല. പിന്നെ നയതന്ത്ര തലത്തിൽ അമേരിക്ക പോലും ഇതിൽ ഇടപെട്ടിട്ടില്ല അല്ലെങ്കിൽ ഇടപെടില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പബ്ലിക് ഡൊമൈനിൽ ഉണ്ട്, പരതി നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി പ്രശ്നം മാത്രമായിരുന്ന കശ്മീരിന്റെ പേരിൽ മധ്യസ്ഥത വഹിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിനെ ഉൾപ്പെടുത്തിയത് ആര് എന്ന ചോദ്യം വീണ്ടും ചോദിക്കുകയാണ് ഈ മണ്ടൻ രാഹുൽ ഗാന്ധി. നമ്മൾ ആരെയും ഇടപെടുത്തിയിട്ടില്ല. ഇന്ത്യയുടെ ആക്രമണത്തിൽ പകച്ചുപോയ പാകിസ്ഥാന്റെ അഭ്യർത്ഥന എല്ലാ രാജ്യങ്ങളിലേക്കും പോയിരുന്നു. അതിന്റെ പേരിൽ നമ്മളോട് സംസാരിച്ചവരോടെല്ലാം വെടിനിർത്താൻ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചാൽ പരിഗണിക്കാം എന്ന നിലപാടാണ് ഇന്ത്യയും ഇന്ത്യൻ സൈന്യവും എടുത്തത്. സൈന്യവും വിദേശകാര്യമന്ത്രിയും ഇക്കാര്യം വിശദീകരിച്ചു കഴിഞ്ഞതാണ്. പിന്നീട് ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഓപ്പറേഷൻ സിന്ദൂറും സൈനികാവേശത്തിലുള്ള നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളും ഫ്ലക്സുകളായി BJP ഉയർത്തുന്നത് ഹീനമായ രാഷ്ട്രീയവൽക്കരണമല്ലേ?
ബംഗ്ലാദേശ് യുദ്ധം ജയിച്ചിട്ടും പിടിച്ചെടുത്ത സ്ഥലങ്ങളും 93,000-ത്തിലധികം സൈനികരെയും വിട്ടുകൊടുത്ത ഇന്ദിരാഗാന്ധിയെ ഇപ്പോഴും നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്നതിനെ എന്താണ് പറയേണ്ടത്? അതിലും വലിയ വൃത്തികെട്ട രാഷ്ട്രീയവൽക്കരണം നമ്മൾ ഇതിനു മുൻപ് ഒരു ലോകത്തെ ഒരു രാജ്യങ്ങളും കണ്ടിട്ടില്ല. ചോദ്യങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ വൈകാരിക ബ്ലാക്ക്മെയിലിംഗ് പോരാ മറുപടിയായി. കാരണം ഇന്ത്യ ഇന്നും ഒരു ജനാധിപത്യ രാജ്യമാണ്. അതിനുമുണ്ട് ഉത്തരം. ചോദ്യങ്ങൾ ചോദിക്കൂ, പക്ഷേ ഉത്തരങ്ങൾ തരുമ്പോൾ അരശുമൂട്ടിൽ അപ്പുക്കുട്ടനെ പോലെ കള്ളക്കളി എന്ന് പറഞ്ഞ് ചെസ് ബോർഡ് തട്ടിമറിച്ച് ഓടി തള്ളരുത്. ഈ മറുപടി കമന്റ് ബോക്സിൽ കാണണം, ഡിലീറ്റ് ആക്കരുത് എന്ന് സസ്നേഹം രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ. തീർച്ചയായിട്ടും എല്ലാത്തിനും മറുപടിയുണ്ട്. കൃത്യമായ മറുപടി, കൃത്യമായ വിശദീകരണം, കൃത്യമായ ഉത്തരങ്ങൾ. അത് ഒരു സാധാരണക്കാരനായ ഒരു മുൻ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയവും സാമൂഹികവുമായി കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഒരു വ്യക്തി നൽകിയാൽ തീർച്ചയായിട്ടും അത് കേൾക്കാനും അത് അംഗീകരിക്കാനും, അല്ലെങ്കിൽ അത് കേട്ട് അതിന്റെ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സത്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള അല്പബുദ്ധിയെങ്കിലും കോൺഗ്രസിലെ നേതാക്കളും VT ബൽറാം എന്ന മുൻ MLA രാഹുൽ ഗാന്ധിയുടെ കാര്യം പോട്ടെ, കേൾക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു സാധാരണക്കാരനായ ഒരു ഭാരതീയന്റെ മറുപടിയാണ് നിങ്ങൾ കേട്ടത്. അത് അങ്ങനെ തന്നെയാണ്. ഓരോ ഭാരതീയന്റെയും മനസ്സിൽ എല്ലാം വിശദീകരിച്ചതാണ്. കൃത്യമായി ഇതിനൊക്കെ ഡോക്യുമെന്റ്സ്, രേഖകളുണ്ട്. കൃത്യമായ വിശദീകരണത്തിന്റെ ഫൂട്ടേജുകളുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. നാറിയ ചോദ്യങ്ങളും ചീഞ്ഞു നാറിയ മനസ്സുമായി നടക്കുന്നവരോട് ഇതിലും മാന്യമായി ഉത്തരം പറയാൻ ആർക്കും കഴിയില്ല.